എപ്പോഴും മനസ്സിലാക്കേണ്ട ലോകത്ത് അത്ഭുതങ്ങളൊന്നും സംഭവിപ്പിച്ചിട്ടുള്ള എല്ലാം ഞാൻ എന്നും മിക്കവാറും പറയാറുള്ളതാണ് സാധാരണ ആൾക്കാരാണ്. പക്ഷേ അവരുടെ ക്ഷമ, കൺസിസ്റ്റൻസി, പെർസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ഒക്കെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ പല ആൾക്കാരും ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. എത്ര വർഷം പ്രോഫിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്തൊരു സ്ഥാപനമാണ് ഫേസ്ബുക്ക്. ആമസോൺ എത്ര വർഷം പ്രോഫിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്തതാണ്. അവരൊക്കെ ചുമ്മാ ഒരു ഓവർനൈറ്റ് വളർന്നു വന്നവരല്ല. ലോകത്തിൽ അത്ഭുതം നടത്തിയിട്ടുള്ള ആരും ഓവർനൈറ്റ് വളർന്നു വന്നവരല്ല. അവരിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, അവരെ ഗ്രോ ചെയ്യിക്കാൻ തീരുമാനിച്ചു, അവരിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും വൈസായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മുടെ അറിവ് കൂട്ടുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മെച്ചപ്പെടുത്തുക, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക, നമ്മൾ വലിയ തിങ്കിങ് ഉണ്ടാക്കുക, എന്തും കാണുന്നൊരു വലിയ ബിഗർ സൈസിൽ നമുക്ക് കാണാൻ പറ്റുക. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചെറുതായിട്ട് ചിന്തിക്കരുത്, വലുതായിട്ട് ബിഗർ സ്ക്രീൻ, എപ്പോഴും ബിഗർ സ്ക്രീൻ കണ്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹയർ ലെവലിലേക്ക് വന്നിട്ടുള്ള ആരും തന്നെ അവരുടെ സാധാരണ മനുഷ്യരാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അവരുടെ തിങ്കിങ്ങും ആറ്റിറ്റ്യൂഡും എന്താണ്, വാട്ട് ഈസ് ഇൻസൈഡ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരിക്കലും കമ്പാരിസണ് പോകാതിരിക്കുക, മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് ജീവിതം നശിപ്പിക്കാതിരിക്കുക. മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല ദൈവം ഉണ്ടാക്കിയത്. നമ്മൾ ഒരു വണ്ടി മേടിക്കുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ മോഡൽ മേടിക്കുകയാണെങ്കിൽ അതെല്ലാം സെയിം ആയിരിക്കും, എല്ലാം സെയിമാണ്. പക്ഷേ നമ്മുടെ സൃഷ്ടാവ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ പ്രോഡക്റ്റും യുണീക്കാണ്, ഓരോരുത്തരും യുണീക്കാണ്. ആ യുണീക്ക്നെസ്സാണ് അതിൻ്റെ ബ്യൂട്ടി. ഓരോരുത്തരും അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാവുന്ന ഇതാണ് ഓരോ ആൾക്കാരും. ആ ഓരോ ആൾക്കാരും ഈ ലോകത്ത് വിട്ടിരിക്കുന്നത്. കാരണം ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്ന സർവ്വശക്തൻ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്. സർവ്വശക്തനായ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വീട്ടിൽ വന്ന് കിടന്ന് ടെൻഷൻ അടിച്ച് കൈയും കാലിട്ടടിക്കുകയും ചെയ്യും. പല സ്ഥലങ്ങളിലെ യഥാർത്ഥ വിശ്വാസം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ ബിലീഫ് എന്ന് പറയുന്നത്. ആ ബിലീഫുള്ള ഒരാളെ സംബന്ധിച്ച് ഭയം ഉണ്ടാവില്ല. പേടി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകുന്നത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിലെടുക്കാവുന്ന ഏറ്റവും ചെറിയ റിസ്ക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട റിസ്ക്കാണ്. പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും വലിയ പേടി അതാണ്. കൂടുതൽ ആൾക്കാരും ഭയപ്പെടുന്ന സമ്പത്ത് പോയെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ഫിയറാണ്. ഏറ്റവും നമുക്ക് പേടി കുറച്ച് മതി. പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നത്. ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് റിസ്ക് എടുക്കരുത്, ഫാമിലി ലൈഫായിട്ട് ബന്ധപ്പെട്ട് റിസ്ക് എടുക്കരുത്, നമ്മുടെ നമ്മുടെ സർക്കിൾ കളയുന്ന ഒരിക്കലും റിസ്ക് എടുക്കരുത്. അവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യുക. നമ്മുടെ ഒരു സുഹൃത്തെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ സാധിക്കുമെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആ ഒരു സുഹൃത്തിനെ കളയാതിരിക്കുക. ഓരോ ദിവസവും പുതിയ സൗഹൃദങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് താന്നു കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് ക്ഷമ പറഞ്ഞാൽ ഒരു സൗഹൃദം കുറച്ചുകൂടെ നന്നായിട്ട് പോകുമെങ്കിൽ ക്ഷമ പറയുക, കോംപ്രമൈസ് ചെയ്യുക. ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നഷ്ടമല്ല. കാരണം വലിയ വിജയത്തിന് വേണ്ടി പല നമ്മൾ താന്നു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മുടെ സർക്കിൾ വലുതാക്കിക്കൊണ്ടിരിക്കുക. കോൺട്രാക്റ്റുകളായി മാറുമെന്ന് പറയും. കോൺട്രാക്റ്റ് വിൽ ബിക്കം കോൺട്രാക്റ്റുകളാണ്. അപ്പോൾ സൗഹൃദങ്ങൾ കളയാതിരിക്കുക. അതൊക്കെയാണ് ഏറ്റവും വലിയ റിസ്ക്. പല ആൾക്കാർ എത്ര ഈസി ആയിട്ടാണ് വെട്ടിമറിച്ച് പോകുന്നത്. എന്തെങ്കിലും കാരണം സാധാരണ ആൾക്കാർ പലരും ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോകാത്തതിൻ്റെ ഒരു പ്രധാന കാര്യം അവർക്ക് ലോങ് ടൈം സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാൻ പറ്റില്ല. കാരണം ഏതൊരു പാർട്ട്ണർഷിപ്പും മുമ്പോട്ട് പോകുന്നത് കോംപ്രമൈസുകളിലാണ്, നമ്മൾ വിട്ടുവീഴ്ചകളിലൂടെയാണ്.